നമസ്കാരം. തലതിരിഞ്ഞ ബിസിനസ് ചിന്തകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇതൊരു പരസ്യ ചിത്രത്തിൻ്റെ രസകരമായ കഥയാണ്. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ ഒരു ബിസിനസ് ഡിവിഷനായ മുത്തൂറ്റ് ഫിൻകോർപ്പ് അടുത്തിടയിൽ പുറത്തിറക്കിയ ഒരു TV പരസ്യം എല്ലാ മലയാളം ചാനലുകളിലും ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പരസ്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. थैंक यू. हायर स्टडीज के लिए गोल्ड लोन लेने का सोच रहा हूँ. कैसे करें आप? पिटवाओगे क्या? पिटवाऊंगा नहीं. इंडिया को पहली बार सिर्फ एक मिस्ड कॉल से गोल्ड लोन बुक करवाऊं. गोल्ड लोन बुक सिर्फ एक मिस कॉल से? रियली? Really? Yes. First time in India. गोल्ड लोन ले easily. मुथूट फिनकॉर्प बुक माई गोल्ड लोन के साथ कहीं भी कभी भी. मुथूट फिनकॉर्प बुक योर गोल्ड लोन टुडे. ഷാറൂഖ് ഖാനാണ് ബ്രാൻഡ് അംബാസഡർ. ഷാറൂഖ് ഖാൻ നമ്മോട് പറയുന്നു, ഒരു മിസ് കോൾ ചെയ്യൂ, നിങ്ങൾക്ക് മുത്തൂറ്റ് ഫിൻകോർപ്പിൽ സ്വർണ്ണപ്പണയം വെക്കാൻ കഴിയും. ഏറ്റവും ലളിതമായ മാർഗമാണ് ഫിൻകോർപ്പിലേക്ക് ഒരു മിസ് കോൾ അടിക്കുക എന്നത്. ഏത് ദേശസാൽകൃത ബാങ്കിലും സ്വകാര്യ പണം ഇടപാട് കേന്ദ്രങ്ങളിലും നമുക്ക് നേരെ കയറി ചെന്ന് സ്വർണം നൽകി രേഖകളിൽ ഒപ്പിട്ടാൽ അവർ നമുക്ക് പണം തരും. മിസ് കോൾ അടിച്ചാലും ഇതൊക്കെ തന്നെ നാം ചെയ്യേണ്ടി വരും. പിന്നെ ഈ പരസ്യത്തിന് എന്താണ് പ്രസക്തി? ഈ മിസ് കോൾ പണയത്തിന് എന്താണ് പ്രസക്തി? അതാണ് രസകരമായ കഥ. കോഴഞ്ചേരിയിൽ പിറവിയെടുത്ത മുത്തൂറ്റ് ഗ്രൂപ്പുകൾക്ക് സ്വർണ്ണപ്പണയമാണ് പ്രധാന ബിസിനസ്. പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ മുത്തൂറ്റ് എം ജോർജ് ഗ്രൂപ്പും മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പുമാണ്. ഷാറൂഖ് ഖാൻ പരസ്യം ചെയ്തിരിക്കുന്നത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിലെ മുത്തൂറ്റ് ഫിൻകോർപ്പിന് വേണ്ടിയാണ്. സ്വർണ്ണപ്പണയത്തിലെ പ്രമുഖ സ്ഥാനക്കാർ മുത്തൂറ്റ് എം ജോർജിൻ്റെ മുത്തൂറ്റ് ഫിനാൻസ് ആണ്. അവർക്ക് ഇന്ത്യയിൽ 5000-ലധികം ബ്രാഞ്ചുകളും UK-യിലും USA-യിലും വിദേശ ബിസിനസ്സുമുണ്ട്. ഒരുപക്ഷെ സ്വർണ്ണപ്പണയത്തിൽ ഇന്ത്യയിൽ 1-ാം നമ്പർ. പരസ്യകാര്യത്തിൽ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് എന്ന രീതിയിൽ അമിതാഭ് ബച്ചനും മാധുരി ദീക്ഷിത്തുമാണ് അവരുടെ ബ്രാൻഡ് അംബാസഡർമാർ. അവരുടെ പരസ്യങ്ങൾ സൈലൻ്റ് അഡ്വർടൈസ്മെൻറ്റിൽ പെടുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും നാട്ടുകാരോട് പറഞ്ഞ് കൊടുക്കാത്ത പരസ്യങ്ങൾ. സ്വർണവുമായി വന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് കാശ് തരാം എന്ന മട്ടിലാണ് അവരുടെ പരസ്യം. മുത്തൂറ്റ് മർക്കൻറ്റൈൽ ഗ്രൂപ്പിന് കരീന കപൂറാണ് സെലിബ്രിറ്റി അഥവാ ബ്രാൻഡ് അംബാസഡർ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തെണ്ടി നടക്കുന്നത് എന്തിനെന്ന് മോഹൻലാൽ മണപ്പുറംകാർക്ക് വേണ്ടി നമ്മോട് മുമ്പ് ചോദിച്ചതായി ഓർക്കുക. KML-ൽ പണയം വെച്ചാൽ രമചേച്ചിക്ക് മണിമാളിക കിട്ടുമെന്നും രമേശന് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാമെന്നും മഞ്ജു വാര്യർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്ലേഡ് കമ്പനിയിൽ പണയം വെച്ചിട്ടുള്ള എല്ലാവരുടെയും സ്വർണം നഷ്ടപ്പെടുകയാണ് ഉള്ളതെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. എങ്കിലും മഞ്ജുവും മോഹൻലാലും ഒക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ തലകുലുക്കി സമ്മതിക്കുന്നു. ബിസിനസ്സിൽ എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു വലിയ സെലിബ്രിറ്റി തന്നെ മുത്തൂറ്റ് ഫിൻകോർപ്പിന് വേണം. അങ്ങനെയാണ് അവർ ഷാറൂഖ് ഖാനിൽ എത്തുന്നത്. ഷാറൂഖ് ഖാനെ ഉപയോഗിച്ച് ഒരു പരസ്യം ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കാൻ കഴിയുന്ന ആർക്കും അദ്ദേഹത്തെ മോഡലാക്കാൻ കഴിയും. പക്ഷേ അതിനുശേഷം ഷാറൂഖ് ഖാൻ നമ്മോട് പറയുന്ന കാര്യമാണ് രസകരം. മുത്തൂറ്റ് ഫിൻകോർപ്പിൽ നിങ്ങൾ സ്വർണം പണയം വെക്കണമെങ്കിൽ മിസ് കോൾ അടിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വർണം പണയം വെച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ. സ്വർണവുമായി നേരെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെത്തി സ്വർണം കൈമാറി ഡോക്യുമെൻറ്റുകളിൽ ഒപ്പിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പണം ലഭിക്കും. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഫീസിലോ മണപ്പുറത്തോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ സ്വർണം പണയം വെക്കാൻ മിസ് കോൾ അടിക്കേണ്ടതില്ല. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും എളുപ്പം സ്വർണം പണയം വെക്കാൻ കഴിയുന്ന സ്ഥാപനമല്ല മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് നാം മനസ്സിലാക്കണം. ഷാറൂഖ് ഖാന് കോടികൾ നൽകി പരസ്യം ചെയ്ത് കസ്റ്റമേഴ്സിനോട് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പണയം വയ്ക്കാൻ അല്പം ചടങ്ങുകൾ കൂടുതലുണ്ട് എന്നാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പിൽ കാര്യങ്ങൾ അല്പം ദുഷ്കരമാണ് എന്ന് ഇൻഡയറക്റ്റായി ജനങ്ങളോട് പറയുന്ന കൊമേഴ്സ്യലാണ് ഇപ്പോൾ കേരളത്തിലെ ചാനലുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പരസ്യ ഏജൻസിയായ ടെൻസു ആണ് ഈ പരസ്യത്തിൻ്റെ പിന്നിലുള്ളത്. ഒരു പരസ്യം ശ്രദ്ധിക്കപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം പരസ്യലോകം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ പരസ്യം വ്യത്യസ്തമായിരിക്കണം. എതിരാളികളിൽ നിന്ന് നിങ്ങളെ അല്പം മാറി ചിന്തിക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആ പരസ്യം. നിങ്ങളുടെ പരസ്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ മരണം ഉറപ്പാണെന്നാണ് പരസ്യലോകത്തെ പ്രധാന നിയമം. അതുകൊണ്ടാണ് ഫിൻകോർപ്പ് പുതിയ രീതിയിൽ പരസ്യം സൃഷ്ടിക്കാൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് മിസ് കോൾ സ്വർണ്ണപ്പണയം രൂപം കൊള്ളുന്നത്. ഫിൻകോർപ്പിലെ ഒരു സ്റ്റാഫ് പറഞ്ഞത് അതിലേറെ രസകരമാണ്. ഒരു മിസ് കോൾ അടിക്കുമ്പോൾ ഞങ്ങൾ കസ്റ്റമറോട് എങ്ങനെ
സ്വർണം പണയം വെക്കണമെന്ന് വിശദമായി പറഞ്ഞു നൽകും എന്നാണ്. ആദ്യമായി സ്വർണം പണയം വെക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഈ പരസ്യം എന്ന് നമുക്ക് തോന്നുന്നു. ഈ പരസ്യത്തെ എങ്ങനെ മീനിങ് ആക്കാം എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. മിസ് കോൾ അടിക്കുന്ന കസ്റ്റമർക്ക് 1% പലിശ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു മീനിങ് ഉണ്ട്, ഒരു ബെനഫിറ്റ് ഉണ്ട്. രണ്ടാമതായി, ഞങ്ങൾ ഫിൻകോർപ്പുകാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്വർണ്ണപ്പണയം സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ അതിലും ഒരർത്ഥമുണ്ട്. ഈ 2 കാര്യങ്ങൾ മറ്റൊരു സ്വർണ്ണപ്പണയ സ്ഥാപനവും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന് ഈ മത്സരത്തിൽ ഒരു മുൻതൂക്കം ഉറപ്പായി ലഭിക്കും. മുത്തൂറ്റ് ഫിൻകോർപ്പിന് സംഭവിച്ച തെറ്റെന്താണെന്ന് നമുക്ക് നോക്കാം. വിശദമായ ഒരു സർവേ തങ്ങളുടെയും എതിരാളികളുടെയും കസ്റ്റമേഴ്സിനിടയിൽ നടത്തിയിട്ട് വേണമായിരുന്നു ഈ പരസ്യത്തിൻ്റെ ആശയം രൂപീകരിക്കാൻ. വാൽകഷ്ണം. ഇത്രയും പ്രയാസപ്പെട്ട് വളരെയധികം പണം മുടക്കി ഷാറൂഖ് ഖാനെ കൊണ്ട് ഒരു പരസ്യം ചെയ്യുമ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഷാറൂഖ് ഖാൻ്റെ ഉപദേശമനുസരിച്ച് മിസ് കോൾ അടിച്ച ശേഷം വരുന്ന സ്വർണ്ണപ്പണയക്കാർക്ക് ഒരു ജ്യൂസോ ഐസ്ക്രീമോ കൊടുക്കാനുള്ള സൗകര്യം കൂടി ബാങ്കിൽ നൽകേണ്ടതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക.